स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए पड़कलम मूवी के सीन 5 का रिएक्शन। तो इंटरवल सीन में हमने देखा किस तरीके से यहाँ पे अब उनकी बॉडी स्वैप हो चुकी है और उन्होंने क्योंकि एक अच्छी सी कोई बेट्स नहीं लगाई थी या फिर कोई चीज़ की वैल्यू नहीं की थी उस जगह पे, तो वहाँ पे उनके यहाँ पे बॉडी स्वैप हो गया और ऐसे कॉन्सिक्वेंस हो गए हैं जो अब ये लोग कैसे सॉर्ट आउट करेंगे वो इनका देखना होगा। मुझे मतलब यहाँ पे लिखा हुआ नॉन मटेरियलिस्टिक, मतलब मुझे तो ये अभी भी ठीक से इतना समझ में आया नहीं है, पर उनका तो मोटिव था, लाइक विदाउट मोटिव तो वो नहीं खेल रहे थे ना। उनका मोटिव था कि उनके वो जो जाल है उनमें से बाहर आना, पर अभी कुछ और ही हो गया है। नहीं, पर आपको बेट्स लगानी होती है प्रॉपर कि अच्छा मैं ये चाहता हूँ या फिर ये होगा या फिर मेरा कुछ ये जाएगा। आप जब तक जुआ नहीं खेलोगे कि मेरी तरफ से कि मेरी तरफ से ये होगा, जैसे इवन जैसे पांडवों ने खेला था कि अपनी बीवी को लगाया था, तो आपको बेट लगानी पड़ती है कुछ ना कुछ। और तो सिमिलरली अब यहाँ इन्होंने कुछ बेट नहीं लगाई, इन्होंने तो बस पासे फेलते जा रहे थे और उसमें जो कॉन्सिक्वेंस आया अब इनको वो फेस करना पड़ रहा है। सो देखेंगे अब क्या होता है, तो आप भी देखो, हम भी लेट्स स्टार्ट। പക്ഷെ അപ്പോൾ രഞ്ജിത്ത് സാറിൽ എന്താണ് ചെയ്തത്? രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. ഞാൻ എച്ചോടി ആവട്ടെ. എടാ അത് കൈ മാത്രമേ എന്റെ ഉള്ളൂ, അടിച്ചത് ഞാനല്ലോ. എടോ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലടോ. पहले मुझे पर ये लोग ठीक कैसे हो गए? अच्छा पुराना पास बता रहे हैं। अच्छा शाजी सर की स्टोरी। हाँ, तो शाजी सर ने भी अपनी तरह से एक्सप्लोर किया होगा ना। ഞാനിനി കുറച്ച് കാലത്തേക്ക് കോളേജിലേക്കില്ല. സസ്പെൻഡ്. അളിയ, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവള് പറഞ്ഞു. Both are not on good terms. നിനി ഇതും കൂടെ സംസാരിക്കാൻ വയ്യ. അല്ല, पर्सनल लाइफ भी अच्छी नहीं चल रही थी बेचारे. അളിയ, കുടുംബ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അളിയൻ എന്തിനാണ് ഈ കോളേജിൽ കിടന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത്? കുറച്ചാളായി ഞാനും ശ്രദ്ധിക്കുന്നു. എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാനും വിചാരിച്ചില്ല. 5-8 വർഷമായി ഞാൻ ആ കോളേജിൽ പട്ടിയെ പോലെ പണിയെടുക്കുന്നു. ഇത്രയും കാലത്തിന് ശേഷം അറിയിക്കുന്ന ഒരു പോസ്റ്റ് കിട്ടി. പക്ഷെ ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനും പറ്റുന്നില്ല. ആരും എന്നെ നിയന്ത്രിക്കുന്ന പോലെ. तो हाँ, अगर वो उनके साथ कर रहे थे तो इनके साथ भी हो रहा था. കുട്ടിക്കാനത്ത് എനിക്കറിയാത്തൊരു മർമാണിയുണ്ട്, ഒന്ന് പോയി കണ്ടാലോ? आयुर्वेदिक डॉक्टर कुछ नहीं कर पाएंगे. ശരിയാവും, അനുഭവമുണ്ട്. सेम टू सेम हो रहा था. सबके साथ. ओह भाई, ഇന്ന് വൈകിയല്ലോ. ഒന്ന് ഉറങ്ങിപ്പോയി സാർ. ആ സാരല്ല. कैट्स की तरह करे, कैट्स करती है. നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. टेबल तोड़ देंगे ये. अरे रे, ഏത് ഡോക്ടർ മനസ്സിലുള്ളതെന്ന് പറഞ്ഞേ? വേറെ കുഴപ്പമൊന്നുമില്ല. भाई साहब, കത്തനാരച്ചന്റെ അടുത്ത് ബാധ ഒഴിവാണിയാ. एग्जॉस्टिस के बाद भी जाना पड़ रहा है. ഒരാൾ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പോകേണ്ടവർക്കെല്ലാം പോവാം. और एक्चुअली इनकी वाइफ चली गई. नो, सुसाइड नहीं. तो रंजीत सर को ये करना था, उनको इनकी गेम फिनिश करनी थी पहले, फिर उसको करना था, बट वो फिर हड़बड़ी में दोनों की गेम चालू रख दी उन्होंने. मतलब एक गेम फिनिश होती है तो अच्छा. ओ ये बच गए उसे. शादी सर मोटापा बढ़ रहा है. ये भी लाइक मरने भी नहीं दे रहे मुझे. इन्हें तब आइडिया आया. दोनों को आइडिया है. ഷാജി സാർ, ഹൗ ഡു യു ഡു? നിനക്ക് കൂടാത്ര വശമുണ്ടോ പറ്റി? ഉണ്ടെങ്കിൽ Oh!
ऐसी चेन ले लीजिए इनसे और इनके सोल्स इंटरचेंज. ജിതിൻ ഷാജി സാറിന്റെ ബോഡിയിൽ, ഷാജി സാറ് രഞ്ജിത്ത് സാറിന്റെ ബോഡിയിൽ. और रंजीत सर എനിക്ക് എന്താണ് സംഭവിച്ചത്? जतिन की बॉडी में. ബോഡി. എടാ നീ പാനിക്കായിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കട്ടെ എന്താ സംഭവിച്ചെന്ന്. എടാ ഞാനെങ്ങനെയാ ഷാജി സാറിന്റെ ബോഡി കയറിയത്? ഇതിനെല്ലാത്തിനും കാരണം ഈ രഞ്ജിത്ത് സാറാ. അല്ല, ഞാൻ ഷാജിയാണ്. ഞാൻ നിങ്ങളെ പോലെ പെട്ടിരിക്കുവാ. ദിസ് ഇസ് മൈ ബോഡി. ജിതിനെ, मैं खुद 2 मिनट എന്റെ के लिए ഊഹം कंफ्यूज हो ശരിയാണെങ്കിൽ गई हूँ. രഞ്ജിത്ത് സാർ ഇപ്പൊ കയറിയിരിക്കുന്നത് നിന്റെ ഒറിജിനൽ ബോഡിക്കകത്തോട്ടാ. എന്റെ ബാക്ക് ഇങ്ങനെയാണോ? എടാ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടിയത്? വെയിറ്റ്, ഇവിടെ നടന്നതെന്താന്ന് എനിക്ക് മനസ്സിലായി. എടാ നിന്റെ ഈ ലെക്ചറടി നിർത്തിയിട്ട് എന്റെ ഈ ബോഡിയിലേക്ക് എങ്ങനെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് പറ. അല്ല വെയിറ്റ്, നമ്മൾ ഈ കളി കളിച്ച് തീർത്തു കഴിഞ്ഞാൽ എല്ലാം हाँ, game finish करो. എടാ പിന്നെ എത്രയും പെട്ടെന്ന് കളി തീർക്കാൻ വാ. ഉറപ്പാണോടെ? അതോ വല്ല പാർട്ടിയും പഴുതാരായി മാറുമോ? कॉकरोच बन ബോഡിക്ക് जाओ. എന്തെങ്കിലും പറ്റുമോ നോക്കണം. खेलो എടാ, ഇനി इंडिया. തിരിച്ചു ये വരാൻ उठा, പറ്റില്ലേ? ये उठे. वो अपने आप को ऐसी बॉडी में देखेंगे कैसा लगेगा उनको? अभी तो पहले उनको अपनी शक्ल दिखे थे रंजीत सर वाली. हाँ वही ए, वही बॉडी. आ. आई बॉडी को पकड़ो. अरे ജിതിൻ കാനഡയിലുണ്ട്, പോയി അടി. अरे हाँ, अब बॉडी चेंज हो गई है ना. मारो सालों को. ओ ओ ओ ओ എടാ നീ ബോൾ എടുത്തോണ്ട് പുറത്തോട്ട് പോ. സാറേ ഡൈസ് കിട്ടിയോ? കിട്ടിയില്ലേ സാറേ? ഡൈസ് वो पैरों के बीच से बातें कर रहे हैं. അത് എടുത്തോണ്ട് പുറത്തോട്ട് പോ. അയ്യോ, ഓടി. തല. Wait, 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 wait. ആരാണ് പാർട്ടിക്കാരെ വിളിച്ചോണ്ട് വന്നേ? എടാ അവന്മാരിട്ട് ചലക്കുന്ന എന്റെ ബോഡിക്കല്ലേ? നിങ്ങളോട് मैं रंजित सर की बॉडी एक्सपेक्ट नहीं की थी यहाँ पे ऐसे. ഒന്ന് മാറോ, ഒന്ന് നിർത്തണോ? എടാ, ഒന്ന് നിർത്തടാ. എടാ, മതിയാക്കടാ. എടാ, നിർത്തടാ. ओ इट्स वर्किंग. पावरफुल है भाई. बताओ अब क्या करा जाए. बोल. हाँ. നീ അടിക്കണം നിന്റെ മുഖത്ത് തന്നെയാടാ. ചുമ്മാ ചിരിക്കല്ലേ സാറേ. ഇത്രയും നടന്നു വെച്ചിട്ട് ഇനിയുള്ള കാലം സാറ് ഞാനായിട്ട് ജീവിക്കേണ്ടി വരും. ആ എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലാ. ചുമ്മാ മാസടിക്കല്ലേ സാറേ. എനിക്കറിയാം സാറിന് വേണ്ടത് സാറിന്റെ ശരീരം തന്നെയാണെന്ന്. രഞ്ജിത്ത് സാറേ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ഈ കുരുക്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ സാറിന് നമ്മുടെ സഹായം വേണം. സാറിന്റെ പെട്ടിയും താക്കോലും എല്ലാം നമ്മുടെ കയ്യിലാണ്. എന്താടാ ഭീഷണിയാണ്? സാറേ ഞാൻ പറയുന്നത് സാറൊന്ന് സാർ മനസ്സിലാക്കുക. तो मत എന്റെ बोलो ജീവിതം उसको. വെച്ച് സാറ് കളിച്ച കളിക്ക് സാറിനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ സാറിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. अच्छा അടിയും പ്രതികാരവും ഒക്കെ അവരവരുടെ ബോഡി കയറിയതിന് ശേഷം മതി. ठीक है. बॉडी मिलने के बाद. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നോ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അറിയാം, എനിക്കറിയാം. ആ ഒരു മിനിറ്റ്, बताओ. ഇതാ നോക്കിക്കോണേ. രഞ്ജിത്ത്, ഷാജി, ജിതിൻ. जतिन. രഞ്ജിത്ത് സാർ ആദ്യം ഷാജി സാറിനെ കൺട്രോൾ ചെയ്ത്, രഞ്ജിത്ത് സാർ പിന്നെ ജിതിനെയും കൺട്രോൾ ചെയ്ത്. കളി പെട്ടെന്ന് തീർക്കാനുള്ള ആവശ്യത്തിൻ്റെ ഇടയിൽ ജിതിൻ കയറി രഞ്ജിത്ത് സാറിനെ വെട്ടി. ആദ്യത്തെ വെട്ട് ക്യാൻസൽ. ഈ സമയത്ത് ഷാജി സാറ് ജിതിനെ വെട്ടി, ജിതിൻ പോയിട്ട് രഞ്ജിത്ത് സാറിനെ പിന്നെയും വെട്ടി. ഈ ലൂപ്പ് കാരണം പരകായ നിയന്ത്രണം മാറി പരകായ പ്രവേശമായി. ओ परकाय प्रवेशम. ബോഡി കൺട്രോൾ മാറി ബോഡി സ്വാപ്പ് ആയി. बॉडी कंट्रोल चेंज टू बॉडी ഇത് स्वैप. കളിയുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ട് തന്നെ കളി തീരുമ്പോ എല്ലാം പഴയ പോലെ തന്നെ ആവും. ശരിടാ, തീർത്തേക്കാം. നീ ഷാജിനെ വിളിച്ച് ഡൈസ് He കൊണ്ടുവരാം. knows something. എടാ നീ ഷാജി സാറിനെ വിളിച്ച. इनके पास ही फोन आएगा. എടാ പുള്ളി ഇവിടെ ഉണ്ട്. എടാ ഇത് ഷാജി സാറിന്റെ ഫോണിലേക്കാ നീ വിളിക്കുന്നത്? അല്ല ഞാനിപ്പോൾ ആരെ വിളിക്കട്ടെ? എടാ നീ നകുലിനെ വിളിക്ക്. ഷാജി സാറിന്റെ കൂടെ അവനെ ഉള്ളേ. राजू सर.
गुड मॉर्निंग सर ഗുഡ് മോർണിംഗ് സാർ बॉडी लैंग्वेज ही बदल गई है ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ മിറക്കിൾ. उन्हें तो मेरे को तो अच्छा लग रहा होगा, मस्त बॉडी मस्त लुक, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംग अलग वैल्यू। ഗുഡ് മോർണിംग. इनको नहीं आना होगा वापस, मुझे लग रहा है इसी बॉडी में रहने का है। ये बढ़िया है ये। ओ एक डाइस अपने पर लेके चल रहे हैं भाई। എടാ ഹലോ, എടാ നീ മെക്കാനിക്കൽ ലാബിലോട്ട് ഷായ് സാറിനെ വിളിച്ചോണ്ട് വരാം. എടാ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞേ. ഷായ് സാറിന്റെ ഐസ് എടുത്ത് രഞ്ജിത്ത് സാറിന്റെ കാറും കൊണ്ട് എങ്ങോട്ടോ പോകുന്നടാ. രഞ്ജിത്ത് സാറിന്റെ നമ്പർ ഇങ്ങനെ. എൻ്റെ നമ്പർ എന്തിന്? രഞ്ജിത്ത് സാറിന്റെ നമ്പറിൽ വിളിച്ചാലല്ലേ ഷാജി സാറിനെ കിട്ടത്തുള്ളൂ. यार रंजीत सर, शाजी सर, कितना मिक्स एंड मैच। ഹലോ. ആ ഷായ് സാറേ, ആ ഡൈസുമായിട്ട് വേഗം കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ സാറേ, അങ്ങനെ मजे പറഞ്ഞ लेने ഞാൻ ഈ രഞ്ജിത്തായിട്ട് തന്നെ ഒന്ന് അർമാദിച്ചാലോ എന്ന് ആലോചിക്കുവാ. अरे പ്രാന്തായ സാറ് രഞ്ജിത്തായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സാറിന്റെ ജീവിതം. എന്റെ ജീവിതം അല്ലേ? क्या लाइफ। എനിക്ക് അവൻ തന്ന പണിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? അവൻ അടുത്ത് തന്നെ ഇല്ലേ? ചോദിച്ചു നോക്ക്, അവൻ പറയും. ओ अभी इनकी लाइफ खराब करेंगे। ഞാൻ ഇനി കുറച്ച് നാൾ അവനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. जी रहे तो फिर ठीक है, स्पॉइल नहीं होना चाहिए। ഇനി എന്ത് ചെയ്യും? ये क्यों हंस रहे हैं? उसको कुछ पता है यार। जॉन विक अरे पर तुम्हें तो जानता ही है वो नहीं काटेगा। पर यार इतना क्यों इसको ऐसे रखा हुआ है? उसने बॉडी वॉडी बना रखी है बेचारे ने। രഞ്ജിത്ത് സാർ, ഇനി അങ്ങോട്ടേക്ക് എന്റെ ടൈം. क्या ही कर लोगे? ओ ये तो कबीर सिंह बन गया। അക്വരത്തിലും മത്തിനിട്ടവരുണ്ട്. मजे हो गए शादी सर के। एचडी की चेयर में बैठ तक नहीं सकते। ചെയ്തിട്ടുള്ള ശരി ക്ലാസ്. ആ ഷായ് സാർ അവിടെ രഞ്ജിത്ത് സാറായിട്ട് ജീവിച്ച് തകർക്കുക. അയാളുടെ ഐസ് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. അതെന്താ? എടാ, എന്നെ കാണുന്നവരെല്ലാം ഷാജി സാറേ എന്ന് വിളിക്കില്ലേ? എടാ, നിങ്ങൾ എല്ലാരും കൂടെ പോയി ആ ഷാജി സാറിന്റെ ഡൈസ് എങ്ങനെയെങ്കിലും തപ്പിയെടുത്തിട്ട് വാടാ. अब चुराओ उसे भी। ये रंजीत की बॉडी है ही ऐसी, जो आ रहा है क्रिमिनल ही बनता जा रहा है। സത്യത്തിൽ ഷാജി സാർ പാവാണ്. NSSന്റെ അവയവദാന ക്യാമ്പ് എടുക്കാം. സാറിന്റെ കണ്ണെന്തെല്ലാം ഡൊണേറ്റ് ചെയ്യാൻ. डोनेट योर आईज। അല്ല, വേറെ ഓർഗൻസ് ഉണ്ട്. അത് എന്റെ അമ്മ, ഇയാള് രഞ്ജിത്ത് സാറിനേക്കാൾ ഓവറാണ്. ഹാർട്ട് എടുക്കൂലേ നിങ്ങള്? ആ എടുക്കും. दिल भी ले लो। അല്ലേ? ആ എടുക്കും. അത് सब कुछ donate। ആ ഓക്കെ. നോ പ്രോബ്ലം, ആരും പേടിക്കണ്ട. എല്ലാവർക്കും കേക്ക് ഈ രഞ്ജിത്ത് സാറിന്റെ अरे रे रंजीत सर क्रेडिट कार्ड। കാര്യമായിട്ടൊന്നും എഴുതണ്ടല്ലോ അല്ലേ? എടാ, പുള്ളിയെ ഡൈസ് അല്ലേ പേപ്പറിൽ പോയിട്ടുണ്ട്. ആണോ? വാ, ഇപ്പൊ പോയ സാധനം കിട്ടും. വാ 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 വാ. तो पता है ये लोग आने वाले हैं, ऐसे थोड़ी मिलेगा कुछ। ഷാജി ഫ്ലവർ അല്ല, ഫയർ ആണ്. पुष्पराज। रुकेगा नहीं साला। Yeah। ब्रांड അയാളുടെ ഒരു ഫ്ലവറും പയറും പഠിച്ചവന്റെ ജിതിനെ തപ്പാൻ. ഓ Not this। സോറി സാർ. ജിതിനെ തപ്പാവുന്നിടത്തൊക്കെ നമ്മൾ തപ്പി. ഇനി നമ്മൾ എന്ത് ചെയ്യും? क्या बोलो? സാർ എന്തിനാ ചിരിക്കുന്നത്? ആ ഷാജിനെ ഒരു 10 മിനിറ്റ് എന്റെ എത്താ, ഞാൻ സാധനം എടുത്തുതരാം. कैसे? എന്റെ പൊന്ന് സാറേ, ഈ അവസ്ഥയിൽ ഞാനോ സാറോ പുറത്തിറങ്ങിയ പ്രശ്നമാണെന്ന്. പിന്നല്ലാതെ നീ കോളേജിൽ കയറി പിള്ളേരുടെ കയറി ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യേണ്ടി വരും. സാറ് ചിലപ്പോ ഇങ്ങനെ പോയി ക്ലാസ് എടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ ടെൻഷനാണ്, കൺഫ്യൂഷനാണ്. പറ്റില്ല. അല്ലാതെ ഈ കാർട്ടൂണുകളെ കൊണ്ടൊന്നും നടക്കില്ലല്ലോ. ശരി, ഷാജി സാറിന്റെ അടുത്ത് സാറിനെ എത്തിച്ചു എന്നിരിക്കട്ടെ. സാറിനെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. അത് ഞാൻ വീട്ടിൽ സമ്മതിക്കില്ല. वो पीछे देख रमजाद इज रमजाद। ഷാജി സാർ പറയട്ടെ.
എടാ ആരത് ജിതിനെ എന്താടാ വേണ്ടത് ജിതിൻ പറയട്ടെ രഞ്ജിത്ത് സാർ ക്ഷമിക്കാം പറയ് സാറിനെ എങ്ങനെ വിശ്വസിക്കും ആ ട്രസ്റ്റ് ഇതേ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ? ആ ബോർഡും ഡൈസും താക്കോലും ഒരുമിച്ചിട്ട് അതൊരു തേങ്ങ നടക്കാൻ പോലുള്ള. പിന്നെ ആ ഡൈസ് ഇട്ട് കഴിയുമ്പോൾ നീയൊക്കെ എനിക്കിട്ട് പണിയില്ലെന്ന് എത്ര ഉറപ്പ്? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രസ്റ്റ്. ഡൈസ് കിട്ടുന്നവരെ ബോർഡ് എൻ്റെ ഇരിക്കട്ടെ, താക്കോല് എൻ്റെ കയ്യിലും. ഓക്കെ. അത് വേണ്ട, ബോർഡ് എൻ്റെ ഇരിക്കട്ടെ, താക്കോല് സാറിന്റെ ഇരിക്കട്ടെ. अरे की वापस वही उसको ही दे रहे हो यार, की तो नहीं देनी थी. ഷാജി മീറ്റ്സ് ഷാജി. എന്താ സാറേ കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഉണ്ടല്ലേ? സാറെന്താ വിചാരിച്ചത് സാറിന് മാത്രമേ വേറൊരാളുടെ ശരീരത്തിൽ കൂളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ? ചെയ്തത് തെറ്റായി പോയി എന്ന് ഷായി സാറിന് ഒരു ദിവസം മനസ്സിലാവും. അപ്പൊ സാറ് തന്നെ ആ ഡൈസുമായിട്ട് വരും. ये सेम बात रंजीत सर ने पहले बोली थी. സാർ അത് വെച്ച് ലൂഡോ കളിച്ചു. लूडो खेलो लूडो. ലൂഡോ. अब क्या करना चाह रहे हैं? एक तो मैं भूल जाती हूँ कौन किसकी बॉडी में है. ये तो जितिन है हाँ ये सच्ची है. भाई. अब ये जितिन जो है ये क्यों ऐसे कर रहा है? बिकॉज हमें कहीं ना कहीं देखा था कि वहाँ पे रंजीत सर ने कहा था मेरे को टाइम दे दो यहाँ पे शाजी सर के साथ, तो मैं कहीं ना कहीं उनको ठीक कर दूंगा. बट यहाँ पे ये जितिन आके कर रहा है, वो क्यों आया और वो ऐसा क्यों बोल के गया भाई आप लूडो खेलो लूडो वरना आप पछताओगे कि आपने क्या किया है. और अब ऐसा लगता है कि जैसे शाजी सर की बॉडी है उसका भी तो यूज़ किया जा सकता है, मिसयूज़ किया जा सकता है कि लाइक उनकी भी रिलेशनशिप है, सब कुछ है, आप उनको भी तो थोड़ा सा हरास कर सकते हो. कर ही सकते हो डेफिनेटली यार, पर मुझे तो लग रहा है फिलहाल तो इनको शादी सर को थोड़ा धमकाया गया है. और मैं तो सच में भूल जाती हूँ कौन किसकी बॉडी में, क्योंकि मेरे को याद ही नहीं रहता जतिन कौन है ये कौन है. पर ये जल्दी से इनको अपनी अपनी बॉडी मिल जानी वो चाहिए. बोर्ड पे मस्त लिखा हुआ था जितिन रंजीत फिर ऐसे शादी ये और रमजान इज रमजान. वो भी लिखना पड़ता है कि यहाँ पे कौन क्या है. तो आप लोग कैसे लगा आप कमेंट सेक्शन में जरूर बताएगा. तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. सब्सक्राइब करिए. बाय.